ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും പൂർണ്ണതയും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നദ്ധിയിൽ നീ ഭയപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ഒത്തിരി വേദനയിലായിരിക്കുന്ന മക്കൾ അനേകരുണ്ട്, ഭയത്തിൽ കഴിയുന്നവരുണ്ട്, രോഗപീഠകളാൽ തളർന്നിരിക്കുന്ന അനേകരുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗത്തിനൊരു ശമനമുണ്ടാകുന്നില്ല. ശരീരമാസകലം വേദനയും നീർവീഴ്ചയും, ഒത്തിരി വിഷമിച്ച് കഴിയുന്നവരുണ്ട്. കിടന്നിട്ട് ഉറക്കം വരാതെ ശാരീരിക വേദനയും അസ്വസ്ഥതയും മനസ്സിൻ്റെ വിഷമവും സങ്കടവും കൊണ്ട് ഉറങ്ങാൻ ശ്രമിച്ചിട്ട് പോലും ഉറക്കം വരാത്ത നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ കർത്താവ് ഇന്ന് കനിവ് തോന്നി നിങ്ങളെ അനുഗ്രഹിക്കും. ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഒത്തിരി കരുണ കാണിക്കുന്നു. നമ്മുടെ ഈ രാത്രിയിലത്തെ വിഷമങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. സഹായിക്കാൻ ആരുമില്ലാത്തവർക്ക് ദൈവം മാത്രമാണ് തുണ. അവിടുന്ന് ഒരിക്കലും നമ്മെ ഭഗ്നാശരാക്കുകയില്ല. അതിനാൽ വേദനയും വിഷമവും നിസ്സഹായ അവസ്ഥയും കർത്താവിൽ സമർപ്പിക്കുക. പൂർണ്ണ ആരോഗ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ സമ്പൂർണ്ണ സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല അപകടങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തരും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 69:29 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റനേക്കാളും പ്രസാദകരമായിരിക്കും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. യൂദായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ മനസ്സ് വേദനിച്ച് ഒത്തിരി ശാരീരിക പീഡയിൽ മാനസിക വിഷമത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗം കാരണം ഒത്തിരിയധികം വേദന സഹിച്ച് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉറക്കം വരാത്ത അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗികൾക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുഖപ്പെടുത്തുന്നവൻ നീയാണ്. നിന്റെ അത്ഭുത സൗഖ്യം ഇന്ന് രാത്രിയിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, നീ ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി വീക്ഷിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ നീ കാണുന്നുണ്ടല്ലോ. ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ. കർത്താവേ, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും നീ സുഖപ്പെടുത്തണമേ. ദൈവമേ, നിനക്കെല്ലാം സാധ്യമാണ്. മരുന്നുകൊണ്ട് മാറാത്ത രോഗങ്ങളെ ഇന്ന് രാത്രിയിൽ തന്നെ നീ സുഖപ്പെടുത്തണമേ. കർത്താവെ, സഹായിക്കാൻ മറ്റാരുമില്ല, നീ മാത്രമേ ഉള്ളൂ. സൗഖ്യപ്പെടുത്താൻ ആർക്കും സാധിക്കുന്നില്ല, വൈദ്യചികിത്സയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ നിനക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ.
സമാധാനപരമായി അവർക്ക് ഉറങ്ങാൻ ഈ രാത്രിയിൽ കഴിയണമേ. ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ അത്രയധികം വേദനയിൽ കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഒരത്ഭുത സൗഖ്യം അവർക്ക് നൽകണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ രാത്രിയിൽ രോഗികളുടെ മേൽ നീ കരം വെക്കണമേ. അവരുടെ ശരീരത്തിൽ നീ കരം വെച്ച് സുഖപ്പെടുത്തണമേ. എല്ലാ അവയവങ്ങളിലേക്കും ഈശോയെ തിരുരക്തമൊഴുക്കി അവരെ സുഖപ്പെടുത്തണമേ. കർത്താവേ, കരുണയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലതും അങ്ങയുടേതാകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞങ്ങളുടെ എല്ലാ അവസ്ഥയിൽ നിന്നും, ഞങ്ങളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, പീഡകളിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ധൈര്യം നൽകണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ കണ്ടു നിൽക്കാൻ കഴിയാത്ത, അത്രയധികം വേദനയിൽ കഴിയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നിന്റെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നാളത്തെ ദിവസം നിന്റെ നാമം മഹത്വപ്പെടുത്താനായി, നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാനായി, നിന്റെ അത്ഭുതങ്ങളെ പ്രകീർത്തിക്കാനായി വീണ്ടും ഞങ്ങളെ ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും കർത്താവെ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമേ. ബലഹീനരായ ഞങ്ങൾക്ക്, പീഡനങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക്, ദുരിതത്തിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ആശ്വാസവും സമാധാനവും നൽകി, സുഖമായ നിദ്ര നൽകി, പൂർണ്ണ ആരോഗ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കണം. ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഒത്തിരി കൃപകൾ അനേകർക്ക് കർത്താവ് നൽകുന്നുണ്ട്. നിങ്ങൾ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുക. ഈ പ്രാർത്ഥനാ ചാനലിനെ കുറിച്ച് നിങ്ങൾ പരസ്പരം സംസാരിക്കുക, ഇത് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ശുശ്രൂഷയെ അങ്ങനെ നിങ്ങൾ പിന്താങ്ങണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം നൽകി എല്ലാ രോഗങ്ങളിൽ നിന്നും നിന്നെ മോചിപ്പിച്ച് മനസ്സിന് സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനവും സ്നേഹവും നിറച്ച് ആരോഗ്യപരമായ ഉറക്കം നൽകി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.